ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 2 ലൈൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ ത്രെഡാണ് ഞാൻ എടുക്കുന്നത്. 6 ലെയറിലാണ് ത്രെഡ് എടുക്കേണ്ടത്. ത്രെഡിൻ്റെ അറ്റത്തായിട്ട് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ വരച്ചു കൊടുത്തില്ലേ, ഈ ഒരു മോഡലിലാണ് നമുക്ക് സ്റ്റിച്ച് കിട്ടേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആരോ ഹെഡ് ചെയ്തില്ലേ, ആ ഒരു മോഡലിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ചെറിയൊരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഇതുപോലെ മുകളിലത്തെ ലൈനിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴത്തെ ലൈനിൽ ചരിച്ചിട്ട് സെൻറ്ററിലേക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ത്രെഡ് നീഡിലിൻ്റെ താഴ്വശത്തൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആരോ ഹെഡ് ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെ. ആരോ ഹെഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ നീഡിൽ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത് കുറച്ച് മുന്നോട്ട് കുത്തിയിട്ട് ഇതുപോലെ വേണം നീഡിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലൈ സ്റ്റിച്ച്. ഇത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ലൈൻസ് ആയിട്ട് ചെയ്യാം. ഞാനിവിടെ 2 ലൈൻസ് മാത്രമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെൻറ്റർ കിട്ടുന്നില്ലെങ്കിൽ 3 ഈക്വൽ ലൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സെൻറ്ററിൽ ലൈന് കൊടുത്തിട്ടില്ല. നമ്മളിത് മോട്ടിക്സിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും ലൈൻസിന് ഗ്യാപ്പൊന്നും വേണ്ട. എത്ര ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ഒത്തിരി ലെങ്ത്തൊക്കെ ഉള്ളത് കൊണ്ടാണ് ഫ്രെയിം യൂസ് ചെയ്യാത്തത്. അതുമല്ല, ഇതിന് മുകളിൽ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുമ്പോൾ ഒത്തിരി സ്റ്റിച്ചുകൾ ചെയ്തതാണല്ലോ, അപ്പോൾ ഫ്രെയിം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫ്രെയിം യൂസ് ചെയ്യാതിരുന്നത്. നമ്മൾ മോട്ടീവ്സിൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഫ്രെയിം യൂസ് ചെയ്യണം, എന്നാലേ സ്റ്റിച്ചിന് നല്ല പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. സ്റ്റിച്ച് ബോർഡിൽ മാർക്ക് ചെയ്ത് അത്രയും ഫ്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.